അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഖബറെന്ന് കേട്ടാൽ തക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ നീ വാവിട്ട് നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനേ. ഖബർ അതിഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ വയബുക്ക അമലുഹു, അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ. അവിടെ രക്ഷപ്പെടണമെങ്കിൽ നാം നിസ്കരിച്ചത്, നോമ്പെടുത്തത്, ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇവകൾ മാത്രമേ നമ്മളുടെ ഖബറിൽ രക്ഷപ്പെടുകയുള്ളൂ. അദാബുൻ അലീം, വേദനാജനകമായിട്ടുള്ള ശിക്ഷയാണ് ഖബറിൽ ഉള്ളത്. അതുകൊണ്ട് നാം ഖബറിലെ ജീവിതം നന്നാക്കുന്നതിനായി നാം ധാരാളം അമലുകൾ ചെയ്യുക. അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക. അങ്ങനെ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അങ്ങനെ നാം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനായി നാം ധാരാളം തഖ്വയുള്ള ഒരു ജീവിതം നാം നയിക്കുക. എല്ലാ കാര്യങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആല കാണുന്നുണ്ടോ എന്നുള്ളതായ ഒരു വിശ്വാസം നമുക്കുണ്ടാവുക. ഒരു മഹാനായ മനുഷ്യൻ ഒരാളോട് പറഞ്ഞു, നീ ഒരു കോഴിയെ പോയി അറുത്തിട്ട് വരാൻ, ആരും കാണാത്തതായ രീതിയിൽ. അപ്പോൾ രണ്ടുപേരോടായിരുന്നു പറഞ്ഞത്. ഒരാൾ പോയി ഒരു മറയുടെ പിന്നിൽ നിന്നും ഒരു കോഴി അറുത്തിട്ട് വന്നു. വേറെ ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരാളും കാണാതെ കോഴിയറുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആല ഇത് കാണുന്നുണ്ടോ എന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.